കാരുണ്യക്ഷേമ സമിതിയുടെ 25ാമത് ഓണാഘോഷ പരിപാടികൾ തിരുവോണ നാളിൽ വെളുപ്പിന് 4 മണിക്ക് ഓണപ്പൂവിളിയുമായി തുടക്കം കുറിച്ചു. 16-ാം തീയതി രാവിലെ 9:30 കാരുണ്യ രക്ഷാധികാരി CC ശിവൻ പതാക ഉയർത്തി. തുടർന്ന് പൂക്കള മത്സരവും കലാകായിക മത്സരവും നടന്നു. വൈകിട്ട് 4-ന് വടംവലി മത്സരം നടന്നു. എല്ലാ മത്സര വിജയികൾക്കും കാരുണ്യം പ്രസിഡന്റ് MA മോഹൻ സമ്മാനദാനം നിർവഹിച്ചു. വൈകിട്ട് 6-ന് തിരുവാതിരക്കളിയും ജനകീയ ഓണക്കളിയും ഉണ്ടായിരുന്നു. സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ സമ്മാനത്തിന്റെ പാസിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 500ഓളം അംഗങ്ങൾ അറ്റൻഡ് ചെയ്ത ഒരു പ്രൈസാണിത്. ഇത് സ്പോൺസർ ചെയ്യുന്നത് സുനിൽ ഹർഷനാണ് സ്പോൺസർ ചെയ്യിക്കുന്നത്. വാർഷികേറിയ മത്സരത്തിൽ സിനി വേണുവിനാണ് കിട്ടിയിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. 500ഓളം ആളുകൾ ഉൾക്കൊണ്ട് കാരുണ്യത്തിൻ്റെ അംഗങ്ങളാണ് ഈ പാസിംഗ് ദ പ്രൈസ് പരിപാടിയിൽ അറ്റൻഡ് ചെയ്തത്. വാർഷികേറിയ മത്സരത്തിൽ സുനിൽ ഹർഷൻ്റെ സ്പോൺസർ ചെയ്ത സമ്മാനം സിനി വേണുവിനാണ് കിട്ടിയിട്ടുള്ളത്. സിനി വേണുവിനാണ് ഈ സമ്മാനം കിട്ടിയിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. ഈ പ്രൈസ് വാർഷികേറിയതായിരുന്നു. ഈ തുടർന്നും പല മത്സരങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദി, നമസ്കാരം. അവർ പറയുമ്പോൾ ചിരിക്കാണ്ട് ഇറക്കാൻ അപ്പുറത്തോളം അങ്ങോട്ടേക്ക് പിടിച്ചാൽ വരിക്കല്ലേ. കാരുണ്യം ക്ഷേമ സമിതി നമ്മൾ രൂപീകൃതമായതിനു ശേഷം എല്ലാ വർഷവും നടത്തി വരാറുള്ളത് പോലെ തന്നെ ഈ വർഷവും ഓണാഘോഷ പരിപാടികൾ നടത്തി വരികയാണ്. അത് 25ാമത് ഓണാഘോഷ പരിപാടികളാണ് നമ്മളുടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും പ്രാതിനിധ്യം കൊണ്ട് മാത്രമേ ഈ പരിപാടി വിജയകരമായി വഹിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും തന്നെ ഇതിനുവേണ്ടി രാവിലെ മുതൽ ഇവിടെ അണിനിരന്നിട്ടുള്ളതാണ്. എങ്കിൽ തന്നെ ഇനി നമ്മൾക്ക് കാരുണ്യത്തിന്റെ അടുത്ത ഈ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള അടുത്ത പരിപാടികളായ തിരുവാതിരക്കളി, ഓണക്കളി എന്നിവ നടത്തപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോകാതെ തന്നെ ഇവിടെ നിന്ന് എല്ലാ പരിപാടികളിലും പങ്കെടുക്കുക. നിങ്ങൾ തരുന്ന ഓരോരോ പ്രോത്സാഹനവുമാണ് നമ്മളുടെ കാരുണ്യത്തിന്റെ ഇത്രയും കരുത്ത് നൽകിയിട്ടുള്ളത് കാരുണ്യത്തിന്. അപ്പോ നിങ്ങളെല്ലാവരും തന്നെ വീണ്ടും കൂടുതൽ കരുത്തോടുകൂടി കാരുണ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി ഇനിയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ കാരുണ്യത്തിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് പരിപാടികളിൽ സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് മത്സരങ്ങളുടെ ഫലങ്ങൾ വന്നിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാം. അതിന്റെ സമ്മാന വിതരണമാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ എല്ലാ അംഗങ്ങളും ഒപ്പിട്ട രജിസ്റ്ററിൽ വെച്ചുകൊണ്ട് അതിലെ നമ്പർ ഇട്ടുകൊണ്ട് നമ്മളെല്ലാവർക്കും സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. അപ്പൊ ആരും പോകാതെ തന്നെ എല്ലാവരും ഇവിടെ കൂടിച്ചേരുക. എങ്ങനെയാണ്, എവിടെയാണ്, എന്താണ് എന്നൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. 1999 കാലഘട്ടങ്ങളിൽ ഇവിടെ ഞാനടക്കമുള്ള
കുട്ടികളായിട്ടുള്ള നിങ്ങളിപ്പോ ഈ കാണുന്ന കുട്ടികളുടെ പോലെ ഓടി നടക്കുന്ന കാലഘട്ടത്തിൽ, ഒരു 10ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ ഓടി നടക്കുന്ന കാലഘട്ടത്തിൽ അന്നാണ് ഇവിടെ കുറച്ച് ചേട്ടന്മാർ, ഞങ്ങളുടെ മൂത്ത ചേട്ടന്മാരുടെ ചേട്ടന്മാർ എല്ലാവരും ചേർന്ന് അവർ ഒരു ദിവസം കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ കാരുണ്യം എന്നുള്ള സംഘടനയുടെ പിറകിൽ കൊള്ളുന്നത്. അന്ന് ഞങ്ങളെല്ലാം തന്നെ കാഴ്ചക്കാരായിട്ട് എന്താണെന്ന് അറിയില്ല, ഞങ്ങളുടെ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ടുണ്ട്, ആ ഗ്രൗണ്ടിൽ എല്ലാവരും കൂടി കൂടിച്ചേരുന്നതിനിടയ്ക്ക് ഞങ്ങളും ചെന്നിരുന്നു. എന്താണെന്നറിയില്ല. അപ്പോൾ അവിടെ നടന്നിരുന്ന ഇപ്പോ ഞങ്ങളത് ഞങ്ങളുടെ ജ്യേഷ്ഠന്മാരോട് ഞങ്ങളുടെ മുമ്പിലുള്ള മുന്നത്തെ തലമുറ, അതിന് മുന്നത്തെ തലമുറ അവരോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് കുറേതായിട്ട് ഷെയർ ചെയ്തു. അതുകൊണ്ടാണ് ഞാനിത് പങ്കുവയ്ക്കുന്നത്. അന്ന് അവർ ഒരു കൂട്ടായ്മ, അതായത് നമ്മളുടെ ഇവിടെ ഈ ഭാഗത്തുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകണമെന്ന് അവർക്കൊരാഗ്രഹം. കാരണം എല്ലാം അറിയുന്നവരാണ്. നമ്മളുടെ ഈ കൂട്ടായ്മ ഒരു സംഘടനയുടെ തലത്തിലോട്ട് പോയാൽ എങ്ങനെ ഇരിക്കും, അതിനെക്കുറിച്ച് ഒരാലോചന ഉണ്ടായി. അങ്ങനെ ആ നേരത്ത് പല ജാതിയിലും മതത്തിലും രാഷ്ട്രീയത്തിലുമുള്ള ആളുകളുണ്ടായിരുന്നു. അവർ പലരും ജാതീയപരമായിട്ടോ മതപരമായിട്ടോ നമുക്കൊരു സംഘടന അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള എങ്ങനെ ഉള്ളൊരു സംഘടന മതിയോ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജ്യേഷ്ഠന്മാരെല്ലാം തന്നെ കുറച്ചു പേര് പറഞ്ഞു, അത് വേണ്ട, നമുക്ക് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേയുള്ള ഒരു സംഘടന, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് തുടക്കം എന്നോണം അത് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച് നമ്മുടെ സൈലൻ എന്ന ചേട്ടനാണ്. ആ ചേട്ടനാണ് നമ്മുടെ കാരുണ്യത്തിന്റെ ജാതിപരമോ രാഷ്ട്രീയപരമോ മതപരമോ അല്ലാത്തൊരു സംഘടന വേണമെന്ന് കൂടുതൽ ഇത് വന്നത്. ഇപ്പോഴുള്ള സംഘടനയിൽ മുൻനിരയിലിരിക്കുന്ന ഒട്ടുമിക്ക ആളുകൾ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ കൂട്ടായ്മയില് കുറച്ച് ജ്യേഷ്ഠന്മാരും ഭാഷക്കടക്കൊക്കെ അന്ന് തോട്ടോർമ്പിൽ ഞങ്ങളുടെ ആ പറമ്പിൽ കൂടുന്ന സമയത്ത് ഉണ്ടായിരുന്നെന്നാണ് എന്റെ ഓർമ്മ. ആ നേരത്ത് ഈ ജാതിപരമല്ലാത്ത രാഷ്ട്രീയപരമല്ലാത്ത മതപരമല്ലാത്ത ഒരു സംഘടന നമുക്ക് വേണമെന്ന് ക്ഷണിച്ചതിന്റെ പേര്, അതിൽ നിന്നാണ് ഈ കാരുണ്യം എന്ന സംഘടന രൂപം കൊള്ളുന്നത്. നിങ്ങളെല്ലാവരും ഒരുമിച്ച് പിടിക്കട്ട. അത് സുബിഖാൻ ലീഗത്തിനുള്ള ടീമാണ്. പ്രോത്സാഹനമുണ്ട്. പൂക്കള മത്സരത്തിന്റെ പ്രവചന മത്സരം, സെക്കൻഡ് ദീക്ഷിത് ഹിരൺ, ഇവർക്ക് 1 മുതൽ 4 വരെയുള്ള. അടുത്തത് സ്പൂൺ റൈസ് കുട്ടികളുടെ തേർഡ് രമണി മാനാട്ട് നിർമ്മാണം, ഫസ്റ്റ് സിറ്റി മാനാട്ട് ആദവനിത അവന്തിക വേണം, ലനീഷ് സമ്മാനം കിട്ടിയോ? മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള കാരുണ്യം എന്ന സംഘടന ഇത് രൂപവൽക്കരിക്കപ്പെട്ടത് മുതൽ ഈ കാരുണ്യത്തിൽ അവനായിരുന്നു നാടകത്തിലും അങ്ങനെയുള്ള എല്ലാ പരിപാടികൾക്കും മുൻപന്തിയിൽ നിന്ന് ഞങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോയിരുന്നു. ഞങ്ങളെല്ലാം രഞ്ജിത്ത്, അവന് വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി ഒരു കുടുംബത്തിന് വേണ്ട പലചരക്ക് സാധനങ്ങളെല്ലാം കൂടി ഒരു സമ്മാനം ഞങ്ങൾ ഇവിടെ ഒരു കുടുംബത്തിന് വേണ്ട ഞങ്ങൾ സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. നറുക്കെടുപ്പിലൂടെ കാരുണ്യം ഇതിൽ കൊടുക്കുന്നതാണ്. ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്താൽ പോരാ എന്ന് ഞങ്ങൾക്കറിയാം. അവന്റെ കാര്യത്തിൽ ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങളുടെ വാർഷികത്തിനായാലും എന്ത് പരിപാടികൾക്കായാലും ഞങ്ങൾ ചെയ്യുന്നതാണ്. എന്നാലും ഇത് ഓരോ വർഷവും അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഉള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ
എന്ത് പരിപാടിക്കായാലും അവൻ ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം, ആ ഒരു ഉറപ്പിന്റെ പുറത്താണ് ഇപ്പോഴും ഞങ്ങൾ എല്ലാ പരിപാടികളും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും തന്നെ പരിപാടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളിലും ഓടി നടക്കുന്നത് പോലും അവരിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുള്ളത് കൊണ്ടാണ്. അപ്പോ അവന് വേണ്ടി ഞങ്ങളൊരു സമ്മാനം സ്പോൺസർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്നുള്ള രീതിയിൽ തന്നെ പടയണിരഞ്ഞിൽ പടകമടിച്ചുടനെ പാട്ടുകൾ പൊഴിയും വീണകളെല്ലാം പടവാളുകളായി കാട്ടുകിളിയുടെ നാദം പോലും ഗർജനമായി മാറി അടിമത്വത്തിൽ ചങ്ങല പൊട്ടിച്ചുയരുക നാമുടനെ പടിപടിയായി മുന്നേറുക നമ്മൾ.